الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فعن أبي أمامة رضي الله عنه أن رجلا سأل رسول الله صلى الله عليه وسلم ما الإيمان؟ قال إذا سرتك حسنتك وساءتك سيئتك فأنت مؤمن. قال يا رسول الله فما الإثم؟ قال إذا حاك في نفسك شيء فدعه. رواه الإمام أحمد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു കാമിലായ ഈമാൻ കൊണ്ടും താമായ ഇസ്ലാം കൊണ്ടും അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദുനിയാവും ആഖിറവും വിജയപ്രദമാക്കി തരട്ടെ. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്. ജനിച്ചത് മുതൽ ഓർമ്മ വെച്ചയിടം മുതൽക്ക് ഇങ്ങോട്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോരുകയാണ്. ആ ജീവിത പ്രയാണത്തിനിടയിൽ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിപ്പോയിട്ടുണ്ടാകും, നമ്മളിങ്ങനെ വിശ്വസിക്കുന്നുണ്ടല്ലോ, എന്താണ് ഈ വിശ്വാസം? നമ്മളിങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ, ഈ ജീവിതത്തിൻ്റെ മറുഭാഗം എന്തായിരിക്കും? ചിലപ്പോഴിങ്ങനെ വരുന്നൊരു സംശയമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്ന് ഒരാൾ ചോദിച്ച ചോദ്യവും തിരുനബിയുടെ മറുപടിയും അബൂ ഉമാമ അൽ ബാഹിലി തങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരികയാണ്. ആ രൂപം ഇങ്ങനെയാണ്: ഇന്ന റജുലൻ സഅല റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വന്നിട്ട് തിരുനബിയോട് ചോദിച്ച്, മൽ ഈമാൻ, എന്താ നബിയെ ഈ ഈമാൻ എന്ന് പറയുന്നത്? നമ്മളിങ്ങനെ പറയാറുണ്ട്, ഈമാൻ വേണം, എല്ലാവർക്കും ഈമാൻ ഉണ്ടാവണം, ഈമാൻ ഉള്ളവരെ രക്ഷപ്പെടുള്ളൂ. എന്താ ഈ ഈമാൻ എന്ന് പറയുന്നത്? അപ്പൊ നബിയുടെ മറുപടി, സാധാരണ മറ്റൊരിക്കൽ തൻ്റെ സന്നിധിയിൽ വന്ന് ഈമാൻ എന്താണെന്ന് ചോദിച്ചപ്പോ നമ്മൾ സാധാരണ പറയാറുള്ള ഈമാൻ കാര്യങ്ങളില്ലേ, 6 എണ്ണം. ആ 6 എണ്ണം നബിതങ്ങൾ എണ്ണിക്കൊടുക്കുക ചെയ്തത്. ഈ ചോദ്യത്തിന് ഇവിടെ ഈ സന്ദർഭത്തിൽ നബിയുടെ അരികിൽ വന്നുള്ള ഈ ഈമാൻ എന്താണെന്നുള്ള ചോദ്യത്തിന് മറുപടി, ഈമാൻ കാര്യങ്ങൾ 6 പോയിട്ട് 1 പോലും എണ്ണിക്കൊടുക്കുകയല്ല. അപ്പോ ഒരേ ചോദ്യം തന്നെ ചില അവസരങ്ങളിൽ വ്യത്യസ്ത അർത്ഥങ്ങളുള്ള ചോദ്യങ്ങളായിരിക്കും. ആ വ്യത്യസ്ത അർത്ഥങ്ങളെ വ്യത്യസ്തതയോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് തിരുനബിയുടെ മറുപടി. ഇവിടെ മറുപടി പറയുന്നത്, തിരുനബി പറയാ, ഇദാ സറത്തുക ഹസനതുക, നിന്നിൽ നിന്നുണ്ടാകുന്ന നല്ല പ്രവൃത്തികൾ നിന്നെ സന്തോഷിപ്പിച്ചാൽ, നിന്നിൽ നിന്ന് ഉണ്ടാകുന്ന ദൂഷ്യ പ്രവർത്തനങ്ങൾ നിന്റെ മനസ്സിനെ ദുഷിപ്പിച്ചാൽ, നീയാണ് മുഅ്മിൻ, നീയാണ് യഥാർത്ഥ മുഅ്മിൻ. അപ്പൊ കണ്ടോ, നല്ല കാര്യം ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാവുക, വേണ്ടാത്ത പ്രവൃത്തികൾ വന്നു പോകുമ്പോൾ മനസ്സിലൊരു വിഷമം പിടിപെടുക, ഇതാണ് നീ യഥാർത്ഥ മുഅ്മിനാണ് എന്നുള്ളതിന്റെ അടയാളം. അപ്പൊ നബിയുടെ മറുപടി ഇങ്ങനെയാണ്: ഈമാൻ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ, നമുക്ക് സ്വന്തമായിട്ട് തിരിച്ചറിയാനുള്ള വല്ല അടയാളവും ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് തിരുനബിയുടെ ഈ വാക്യം. അപ്പൊ സ്വഹാബി ചോദിച്ച ചോദ്യം എന്താവണം? നമ്മളൊക്കെ നാടൻ ഭാഷയിൽ പറയും പോലെ നമ്മളിങ്ങനെ പറയുന്നുണ്ടല്ലോ, ഈമാൻ വേണം, ഈമാൻ. എന്താണ് ഈ ഈമാന്? നമുക്കിപ്പോ എന്തെങ്കിലും ഈമാൻ ഉള്ളത് കൊണ്ട് പ്രത്യേക എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ? അറിയാനുള്ള എന്തെങ്കിലും ഭാഗ്യമായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം? ഈമാനുള്ള ആളും ഈമാൻ ഇല്ലാത്ത ആളും നോക്കിയാൽ 2 മനുഷ്യന്മാരല്ലേ, നമുക്ക് എന്ത് പ്രത്യേകത? അപ്പൊ ഈമാൻ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു വെറൈറ്റീസ് എന്താണ് എന്നാണ് ആ സ്വഹാബിയുടെ ചോദ്യത്തിന്റെ പൊരുള്. പക്ഷെ സ്വഹാബി ചോദിച്ചത്, എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ
എല്ലാവർക്കും ഉണ്ടല്ലോ ഈമാൻ. എന്താണ് ഈ ഈമാൻ? അപ്പൊ ഈമാൻ ഉണ്ടാകുമ്പോൾ നമ്മിലുണ്ടാകുന്ന വ്യത്യാസം, അതിന്റെ അടയാളം, ഇതിന്റെ പ്രത്യക്ഷമാകുന്നത് എന്താണ് എന്നാണ് ആ ചോദ്യത്തിന്റെ പൊരുൾ. അതുകൊണ്ടാണ് തിരുനബിയുടെ മറുപടി ഇങ്ങനെ വന്നത്. അതെ, നമുക്കൊക്കെ ഈമാൻ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു അടയാളം ഉണ്ട്. അതെന്താ? ഇദാ സറത്തുക ഹസനതുക. ഒരു നല്ല കാര്യം ചെയ്യുമ്പോ മനസ്സിന് സന്തോഷം വരിക. എന്താ? അൽഹംദുലില്ലാഹ്, ഞാനൊരു നല്ല കാര്യം ചെയ്തല്ലോ, അള്ളാഹ്ക്ക് പൊരുത്തപ്പെടുന്ന ഒരു കാര്യം ചെയ്തല്ലോ. ഇപ്പൊ ഒരു വഖ്ത് നിസ്കരിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം. അൽഹംദുലില്ലാഹ്, അള്ളാഹ് നിർബന്ധാക്കിയ നിസ്കാരം എന്നെ കൊണ്ട് നിർവഹിക്കാൻ കഴിഞ്ഞല്ലോ. ഞാനൊരു നിസ്കരിക്കാത്ത മനുഷ്യനായി പോയിട്ടില്ലല്ലോ. സുബഹി കഴിഞ്ഞ് എഴുന്നേൽക്കാതെ കിടന്നുറങ്ങണ ഒരാളെ കൂട്ടത്തിൽ ഞാൻ പെട്ടില്ലല്ലോ. അള്ളാഹ് എനിക്ക് തന്ന ആരോഗ്യം, അള്ളാഹ് എനിക്ക് തന്ന ശാരീരിക ശേഷി, അള്ളാഹു എനിക്ക് തന്നിട്ടുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹ് കൽപ്പിച്ചൊരു കാര്യം ചെയ്യാതെ പോകുമ്പോൾ നന്ദികേടല്ലേ? പക്ഷെ ഞാൻ അതിൽ പെട്ടില്ലല്ലോ, അള്ളാഹ് കൽപ്പിച്ചത് ചെയ്യാൻ സാധിച്ചല്ലോ. ഇങ്ങനെ ഒരു മനസ്സിന് സന്തോഷം വരിക. അല്ലെങ്കിൽ ചില പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ, പടച്ചോനെ എൻ്റെ ആഖിറത്തിലേക്കുള്ളത്, ഖബറിൽ ഞാൻ ഒറ്റക്ക് കിടക്കുമ്പോ, മഹ്ശറിന്റെ ബേജാറിന്റെ അവസരത്തിൽ എത്തുമ്പോ, മീസാനിന്റെ സമീപത്ത് വരുമ്പോ, സിറാത്ത് പാലം കടക്കുമ്പോ, അവിടെയൊക്കെ എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു കാര്യം എൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായല്ലോ, എനിക്ക് ആഖിറത്തിൽ ബേജാറാകേണ്ട സംഗതികളില്ലല്ലോ എന്ന് സന്തോഷം വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈമാൻ ഉണ്ട് എന്നുള്ളതിന്റെ അടയാളം. ഇതിന്റെ ഒരു മറുപുറം കൂടിയുണ്ട്. നല്ലത് ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാകൽ മാത്രമല്ല, ഒരു ദൂഷ്യം ഉണ്ടായാൽ, തെറ്റായ ഒരു കാര്യം നമ്മളിൽ നിന്ന് വരുമ്പോൾ, അത് നമ്മുടെ മനസ്സിനെ ദുഷിപ്പിക്കണം, മുഷിപ്പിക്കണം. നമ്മളെ മനസ്സിൽ പറയണം, അയ്യേ എൻ്റെ അടുത്ത് ഇത് സംഭവിച്ചു പോയല്ലോ, അത് ഉണ്ടാകാൻ പാടില്ലേ, ചോനെ അള്ളാഹ് കൽപ്പിച്ചതാണ്, അള്ളാഹ് വിരോധിച്ചതാണല്ലോ ചെയ്തു പോയത്, അള്ളാഹ്ക്ക് പൊരുത്തപ്പെടാത്തത് എൻ്റെ അടുത്ത് വന്നു പോയല്ലോ, ഞാനൊരു മോശക്കാരനായല്ലോ, അത് വരരുതായിരുന്നു, എൻ്റെ അടുത്തൊന്ന് സംഭവിക്കരുതായിരുന്നു, ഞാനത് പറയരുതായിരുന്നു, ഞാനത് ചെയ്യരുതായിരുന്നു എന്നിങ്ങനെ നമ്മളെ മനസ്സ് പറയാം. എന്താ ഈ പറയരുതായ്മയും ചെയ്യരുതായ്മയും? അപ്പൊ ഏതോ ഒരു വിലക്ക് ലംഘിച്ചു എന്നർത്ഥം. ഏതാണ് ആ വിലക്ക്? പടച്ച റബ്ബിന്റെ വിലക്കാണ്. അപ്പൊ റബ്ബിന്റെ വിധിയും വിലക്കുകളും അനുസരിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, അതാണ് ഈമാനുണ്ട് എന്നതിന്റെ അടയാളം. ആ അനുഭൂതി എന്താ? നല്ലത് ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷം ഉണ്ടാകും, വേണ്ടാത്തത് സംഭവിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ പറയും, സംഭവിക്കരുതായിരുന്നു, മോശമായി പോയി, സംഭവിച്ചു പോയല്ലോ, വല്ലാത്തൊരു വിഷമം എന്നിങ്ങനെ മനസ്സ് പറയണം. അപ്പോഴാണ് നമ്മൾ മുഅ്മിനാണ് എന്നുള്ളതിന്റെ ഒരു പ്രകടനം ഉണ്ടായിത്തീരുന്നത്. ഈ ശരിയായ ഒരു വിശ്വാസം ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം നല്ലത് ചെയ്താലും ബെടക്ക് ചെയ്താലും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അങ്ങനെയല്ല, ഈമാൻ ഉണ്ടാകുമ്പോൾ ഈ ഒരു ലക്ഷണം ഉണ്ടാകും. നല്ല മറുപടി. ഒരു സാധാരണക്കാരന് ഈമാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈമാൻ ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ പോരല്ലോ, അത് നമുക്ക് അറിയേണ്ട, അനുഭവപ്പെടണം. ആ അനുഭവപ്പെടൽ ഇങ്ങനെയാണ്. പിന്നീട് ആ സ്വഹാബി തന്നെ വീണ്ടും ചോദിക്കുന്നു, ഫമൽ ഇസ്മു, നബിയെ കുറ്റകൃത്യം എന്താണ്? തെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ തെറ്റുണ്ടല്ലോ, ഇസ്മ വലിയ കുറ്റം, വലിയ തെറ്റ്, അതൊക്കെ എന്താ സംഭവം? ഖാല, അപ്പൊ തിരുനബിയുടെ മറുപടി, ഇദാ ഹാക ഫീ നഫ്സിക ശൈഉൻ ഫദഉഹു, നിന്റെ മനസ്സിൽ ഇങ്ങനെ ചൊറിഞ്ഞു കളിക്കുന്നുണ്ട്. ചൊറിഞ്ഞു കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷൻ കിട്ടാത്ത കളിയുണ്ട് മനസ്സിൽ. വേണം വേണ്ട, ചെയ്യണം ചെയ്യണ്ട, ഇങ്ങനെ ഒരു ചൊറിഞ്ഞു കളി. അങ്ങനെ നിന്റെ മനസ്സിൽ ഒരു ചൊറിഞ്ഞു കളി ഉണ്ടോ, ഫദഉഹു, ഒഴിവാക്കി കളാം. ആ ചൊറിഞ്ഞു കളി ഉള്ളതോടുകൂടി നീ അതിൽ ഏർപ്പെട്ടാൽ അതായിരിക്കും നിനക്ക് കുറ്റം. അതെന്താ പറഞ്ഞതിന്റെ കാര്യം? ചിലപ്പോ ചില പ്രവൃത്തികൾ ചെയ്യണം എന്ന് നമ്മുടെ മനസ്സ് പറയും നമ്മളോട്. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിന്റെ ഒരു ഭാഗം നമ്മളോട് പറയും, വേണ്ടേ, അത് ചെയ്താൽ വഷളാകും, ആളുകളുടെ മുമ്പിൽ നമ്മളെ നാണം കെടും, അതുകൊണ്ട് വേണ്ട എന്നും പറയും. അപ്പൊ മനസ്സിൽ രണ്ടും. അപ്പൊ നമുക്ക് തന്നെ ഒരു വിഷമം ഉണ്ടാവും. എന്താ? ആളുകൾ കണ്ടാൽ അത് എൻ്റെ ഇമേജ് തകരുന്ന ഒരു കാര്യമാണ്, അത് എൻ്റെ ഒരു അഭിമാനത്തിന് ക്ഷതം വരും, ആൾക്കാർ അറിഞ്ഞാൽ മോശമായി പോകും എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒഴിവാക്കി കളയണം. പണ്ട് പാട്ട് പറഞ്ഞതുപോലെ ചില മനുഷ്യന് ചില അവസ്ഥകൾ ഉണ്ടാവും, ചില കാര്യം ചെയ്യണോന്ന് നമുക്കിങ്ങനെ തോന്നും. അപ്പൊ നമ്മുടെ മനസ്സ് മന്ത്രിക്കും, ഇവിടെ കാരിപ്പം വരാനാ,
ഇവിടെ ആര് വരാൻ, ഇവിടെ ആരും വരാനൊന്നും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, ആരും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചെയ്യണോന്നൊരു പ്രേരണ. അപ്പൊ തന്നെ മനസ്സിന്റെ മറുപുറം നമ്മളോട് പറയും, അഥവാ ആരെങ്കിലും വന്നാലോ. ഇവിടെ കാര്യപ്പം വരാനാന്ന് ചോദിച്ച മനസ്സിന്റെ ഒരു പാർട്ട് നമ്മളോട് പിന്നെ പറയാ, അഥവാ ആരെങ്കിലും വന്നാലോ, അഥവാ ആരെങ്കിലും വന്നത് കണ്ടുപോയാലോ, അപ്പൊ ഞാൻ ആകെ നാണം കിട്ടു പോകില്ലേ, വേണ്ട 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 വേണ്ട. ഇങ്ങനത്തെ ഘട്ടത്തിൽ പിന്മാറുന്ന ഒരു രീതി അങ്ങനെ വേണം നമുക്ക്. അതല്ല ഇങ്ങനെ നിന്റെ മനസ്സ് എന്നെ പറയുന്നുണ്ട് ചെയ്യല് ശരിയില്ല, വഷളാകും, നാണം കെടും, എന്നിട്ടും നമ്മൾ അതിലേക്ക് പോകുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ കുറ്റം. അപ്പൊ വാസ്തവത്തിൽ ഈ സ്വഹാബിക്ക് ഈമാനും പഠിപ്പിച്ചു കൊടുത്ത് ഇസ്ലാമും പഠിപ്പിച്ചു കൊടുത്ത്. റസൂലുള്ളാഹിന്റെ വാക്കിന്റെ ആ സാഹിത്യ ഭംഗിയാണ് നമ്മൾ അറിയുന്നത്. അതിൽ ഉള്ളടക്കം രണ്ട് ചെറിയ വാചകങ്ങളിലൂടെ അയാൾക്ക് വേണ്ടതൊക്കെ അതിൽ പറഞ്ഞു. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈമാൻ ഉണ്ടാകുന്നതിന്റെ ലക്ഷണം എന്താണ്? ഇസ്ലാം എന്താ? പടച്ചോൻ കൽപ്പിച്ചത് മാത്രം ചെയ്തിട്ട് വിലക്കിയത് ഒഴിവാക്കുക. ആ വിലക്കിയത് ചെയ്യണമെന്ന് തോന്നും നമ്മളെ മനസ്സിൽ. അപ്പൊ തന്നെ മനസ്സ് പറയും, ഇത് ചെയ്താൽ ഞാൻ വഷളാകും എന്ന് തോന്നുമ്പോ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയേക്കുക. അപ്പൊ ഹലാലാണ്, നമുക്ക് ചെയ്യേണ്ടതാണ്, നമ്മൾ പറയേണ്ടതാണ് എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ പറയുക, ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുടുങ്ങാനില്ല, നമ്മൾക്ക് കഷ്ടപ്പെടാനില്ല, രക്ഷപ്പെടും എന്നുള്ളതിൻ്റെ വ്യക്തമായ അടയാളം, ഉദാഹരണം അള്ളാഹുവിൻ്റെ തിരുദൂതർ ഓർമ്മപ്പെടുത്തി കൊടുത്ത്. ഇത് നമുക്കും നമ്മുടെ ജീവിതത്തിലും പാഠമാകണം. നല്ലത് ചെയ്യുന്നത് പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അതിൻ്റെ സന്തോഷം മനസ്സിലാണ് ഉണ്ടാവേണ്ടത്, മറ്റുള്ളവരെ കാണിക്കലോ കേൾപ്പിക്കലോ അല്ല. അതുപോലെ വേണ്ടാത്തരം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വിഷമം ഉണ്ടാകണം. അയ്യോ അത് വന്നു പോയല്ലോ, ഞാൻ ചെയ്തു പോയല്ലോ എന്ന് മനസ്സ് പറയണം. അതേപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ വേണോ വേണ്ടേ ഇത് ചെയ്താൽ, അഥവാ ആരെങ്കിലും അറിഞ്ഞാൽ മോശമാണോ എന്ന് തോന്നിയാൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകാനേ പാടില്ല. ചിലപ്പോൾ ആ പോകുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ട് എന്നൊക്കെ പ്രതീക്ഷ ഉണ്ടാവും. പക്ഷേ നമുക്ക് ഇപ്പുറത്തൊരു മറുമുഖം ഗുണക്കേടുണ്ട് എന്ന് തോന്നിയാൽ ആ വഴിക്ക് പോകണ്ട. ഇത് നമുക്ക് നല്ല നിർദ്ദേശമാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. നമ്മുടെ വിശ്വാസത്തെ അല്ലാഹു ശക്തിപ്പെടുത്തി തരട്ടെ. നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും വിജയപ്രദമാക്കി തരട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.